ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമങ്ങളെന്നത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാലാം തൂണും ഡിജിറ്റൽ കാലവും എന്ന വിഷയത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണവർഗത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് സമൂഹത്തിൽ നുണനിർമ്മാണം നടക്കുന്നത്. സത്യം വിശദീകരണം തുടങ്ങുമ്പോഴേക്കും നുണകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കും. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടാൽ നിരവധി നുണകളുടെ അപനിർമ്മാണം നടക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാനാകും. രാജ്യത്ത് നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയും നീതിന്യായ വിഭാഗവും ഒട്ടിച്ചേർന്നിരിക്കുന്ന കാലഘട്ടമാണിത്. നിയമനിർമ്മാണ സഭ കൂടുന്നതുപോലും കാര്യനിർവഹണ വിഭാഗത്തിന്റെ തീരുമാനങ്ങൾ ഒപ്പുവയ്ക്കാൻ മാത്രമാണ്. നീതിന്യായ വിഭാഗം അടുത്ത കാലത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഒരു പ്രയോഗം കൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കി എന്നതാണ്. മണ്ഡലം രൂപീകൃതമായ ശേഷം ആദ്യമായാണ് ബങ്കിപ്പൂരിൽ BJP തോൽക്കുന്നത്. ജന്തർ മന്ദിർ സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ജനവിരുദ്ധ വികാരത്തിന്റെ ശരിയായ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിഫലനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളത് ശരിയെന്ന് പറയുമ്പോൾ മറ്റേ ബോധം സ്ഥാപിതമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാക്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കല്ലേ, നമ്മൾ ഓരോരുത്തർക്ക് അങ്ങനെയല്ല അങ്ങനെയാണ് വിശദീകരിക്കുവാൻ പ്രയോഗിച്ച് തുടരുകയാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയ പുതിയ സാധ്യതകൾ ജനാധിപത്യത്തിൽ നൽകുന്നുണ്ടെങ്കിലും അതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയെ മറികടന്ന് എങ്ങനെ പുതിയ രൂപത്തിലേക്ക് എത്തും. മാധ്യമപ്രവർത്തകരായ KK ഷാഹിന, സനീഷ് ഇളയടത്ത് എന്നിവർ പാനലിസ്റ്റുകളായി. മാധ്യമപ്രവർത്തക അനുപമ വെങ്കിടേഷ് മോഡറേറ്ററായി. ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA സൈഫുദ്ദീൻ, വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി നിതിൻ വിജയൻ എന്നിവർ സംസാരിച്ചു.